16ാം ഡിവിഷന്റെ കൗൺസിലർ ശ്രീ അഭിലാഷ് തോപ്പലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. ആരും പോകരുതട്ട, നാടിന്റെ ഒരു പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത്. ഈ കൺവെൻഷന്റെ അധ്യക്ഷൻ പ്രിയ സുഹൃത്ത് മാനുവൽ നിക്സൺ, ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത കൊച്ചി നഗരസഭയുടെ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പ്രിയപ്പെട്ട VS ശ്രീജിത്ത്, സഹ കൗൺസിലർ ജീജ ടെൻസൺ, പ്രിയപ്പെട്ട പ്രസാദ് ഏട്ടൻ, എന്നെ ജനമേജയൻ, പ്രിയപ്പെട്ട പ്രദീപ് ഏട്ടൻ, ഷൈനി ജോബിൻ, ലിജോഷ്, അനീഷ്, ഷായ്ചേരൻ അടക്കമുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഒരു 5 മാസം കൊണ്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന വലിയൊരു വിഷയത്തിന് ഏതാണ്ട് നടപടി ഉണ്ടായിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾക്ക് മുന്നേ സംസാരിച്ച ഉദ്ഘാടകൻ പറഞ്ഞു, അദ്ദേഹവും എല്ലാ ദിവസവും വേലിയേറ്റ സമയങ്ങളിൽ വിഷയം നേടുന്ന ഒരു വ്യക്തിയാണ്. എല്ലായിടത്തും ഈ വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞു പോവുകയല്ല. പക്ഷെ നമ്മുടെ ഇടക്കൊച്ചിയിൽ ഉണ്ടായിരുന്ന ഒരു വിഷയം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനക്കമില്ലാതെ കിടന്ന പല പദ്ധതികളും ഇന്ന് ജനങ്ങളുടെ കൂട്ടായ്മയിൽ അത് വിജയത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഡിവിഷൻ കൗൺസിൽ എന്ന നിലയിൽ എന്റെ ഡിവിഷനിലേക്ക് 16ാം ഡിവിഷനിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം തൊട്ടപ്പുറത്തുനിന്ന്, അതുകൂടാതെ പല മേഖലകളിൽ നിന്നും വെള്ളം ഉയരുന്നുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ വേലിയേറ്റ സമയത്ത് വന്നാൽ കാണുവാൻ സാധിക്കും, മുറ്റത്തെ കോലായി വരെ പുതിയ വീട് തറവാടി, അവിടെ വരെ വെള്ളം ഒഴുകി എത്തുന്നുണ്ട്. ഇത് കാലാവസ്ഥ വ്യതിയാനം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാമെങ്കിലും ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗവുമായിട്ടാണ് നമ്മൾ പോകേണ്ടത്. അന്ന് ഇവിടെ റോഡ് ഉപരോധം ഉണ്ടായപ്പോൾ യാദൃശികമായിട്ട് വെള്ളം കയറുന്നുവെന്നും പറഞ്ഞ് ഇവിടെ വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കൾ തന്നെയാണ് വിളിച്ചത്, വെള്ളം കയറുന്നുണ്ട്. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ റോഡ് നിറഞ്ഞ് കായൽ പോലെ ഒഴുകുന്നൊരവസ്ഥ. ഒരു തരത്തിലുള്ള പദ്ധതിയും ഇല്ലാതെ പ്ലാനിങ്ങും ഇല്ലാതെ അന്ന് ഒരു പ്രതിഷേധം നടത്തി. അതിനുശേഷമാണ് ജനങ്ങളുടെ കൂട്ടായ്മയുണ്ടതും സമിതി രൂപീകരിച്ചതും അതിന്റെ കൃത്യമായൊരു ഫോളോ അപ്പ് ഓരോ കാര്യങ്ങൾ. ധനേഷ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീദേവനെ വിളിക്കുന്ന പോലെ എന്നെയും നിരന്തരം വിളിക്കുന്ന ഒരാളാണ്. നിരന്തരമായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഈ പദ്ധതികൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അത്തരം രീതിയിലാണ് ഓരോ പദ്ധതിയുടെയും സ്റ്റാറ്റസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇപ്പോ നിലവിൽ നമുക്ക് ഈ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിക്കുന്ന സ്ലോയ്സ് 2 വലിയ കനാലുകളാണ് ഇടക്കൊച്ചി 16ാം ഡിവിഷനിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നതിന് കാരണമാവുന്ന 2 കനാലുകൾ. ഈ 2 കനാലുകൾ നിർമ്മിക്കേണ്ടത് സംസ്ഥാന ഇറിഗേഷൻ വകുപ്പാണ്. ഇത് ബഡ്ജറ്റിൽ അനുവദിച്ച പണം 3ആയിട്ട് ടെൻഡർ ചെയ്തെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് ടെൻഡർ നടപടിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. പക്ഷെ അതുവരെ ഈ വെള്ളം ഒഴുകിയെത്തുന്ന അവസ്ഥ നമ്മൾ നേരിടേണ്ടതുണ്ട്. അപ്പോഴാണ് 1 മാസം മുമ്പ് പ്രസാദ് ഏട്ടൻ വിളിച്ചത്, വില്ലേജ് ഓഫീസർക്ക് ഒരു കത്ത് കൊടുക്കണം, നഗരസഭയ്ക്ക് ഒരു കത്ത് കൊടുക്കണം. പിറ്റേന്ന് തന്നെ ഞാൻ വില്ലേജ് ഓഫീസറെ കത്തുമായി നേരിട്ട് ചെന്നു. 1 മാസം മുമ്പ്. അന്നോ അതിന്റെ പിറ്റേന്നോ വില്ലേജ് ഓഫീസർ അതിന് കൃത്യമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ഇടക്കൊച്ചിയിൽ വെള്ളം കയറുന്ന വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്, അവിടെ തടയണ നിർമ്മിക്കണം, ഈ ഇറിഗേഷന്റെ വകുപ്പിന്റെ ജോലി പൂർത്തിയാകുന്നത് വരെ തടയണ നിർമ്മിക്കണമെന്ന് കൃത്യമായ റിപ്പോർട്ട് കൊടുത്തിട്ട് അതിനൊരു അനക്കം പിന്നെ ഉണ്ടായില്ല. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ തഹസിൽദാർ ഓഫീസിൽ ചെന്ന്
തഹസിൽദാറിന്റെ ഓഫീസിൽ ചെന്ന് സംസാരിക്കുമ്പോൾ ആ ഫയല് അപ്പോഴും അവിടെ ലോഗിനിലേക്ക് കിടക്കുക, ടേബിളിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകാൻ കാരണമായത്. അതിന്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാറായിട്ട് സംസാരിച്ചു. കോർപ്പറേഷൻ നമ്പർ ചെയ്യാൻ ഇതിലൊരു നടപടി ഉണ്ടാകാതെ ഈ താലൂക്ക് ഓഫീസ് വിട്ടു പോകില്ല എന്ന് കർശനമായി പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ ബന്ധപ്പെടുകയും അടിയന്തരമായി അദ്ദേഹം പറഞ്ഞ വോയിസ് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തടയണ നിർമ്മിക്കുന്നതിനുള്ള പണം നൽകാം, അതിനുള്ള നടപടി. പിന്നെ എന്നാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ, ഇറിഗേഷന്റെ എല്ലാവരും കോൺഫറൻസിൽ സംസാരിച്ചായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ കൃത്യമായ ഒരു പ്ലാൻ എനിക്ക് തോന്നുന്നു ഇന്നലെ തന്നെ കോർപ്പറേഷന്റെ അന്നത്തെ ദിവസം വെള്ളിയാഴ്ച കോർപ്പറേഷന്റെ ഓവർസിയറെ കൊണ്ടുവന്നിട്ട് തടയണ നിർമ്മിക്കേണ്ട അവിടുന്ന് നമ്മുടെ ഡെപ്ത്, ആഴവും അതിന്റെ വീതിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. പക്ഷെ കോർപ്പറേഷന്റെ ഇപ്പൊ വൈകുന്നേരം, ഇന്ന് അവധി ദിവസമാണ്, എന്നെ വിളിച്ചു. കോർപ്പറേഷൻ ഇതുവരെ തടയണ നിർമ്മിക്കുന്ന ഒരു ഏർപ്പാട് ഈ കാലഘട്ടത്തിൽ ചെയ്തിട്ടില്ല. അതിന്റെ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് നമ്മുടെ ലോഗിനിലില്ല. അപ്പൊ ഞാനിപ്പോ ശ്രീധി ചെയർമാനായിട്ട് സംസാരിച്ചപ്പോൾ അത് ഏതെങ്കിലും ആ ഇറിഗേഷനെ കൊണ്ട് തന്നെ ആ ജോലി നടത്തിക്കുന്നതാണ് അഭികാമ്യം എന്നാണ് അദ്ദേഹവും പറഞ്ഞത്. അപ്പൊ നാളെ ഇതിനു വേണ്ടി ഞാൻ ഇറിഗേഷന്റെ ഇതിനായിട്ട് കാണുന്നുണ്ട്, കോർപ്പറേഷൻ സെക്രട്ടറിയായിട്ട് കാണുന്നുണ്ട്. ജില്ലാ കളക്ടർ നമ്മളോടൊക്കെ പറഞ്ഞേക്കുന്നത് പോലെ തന്നെ ഞാൻ പ്രസാദം പറഞ്ഞൊരു ദിവസം പറയുന്നത്, ഞങ്ങൾ 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് ഈ തടയണ നിർമ്മിച്ച് നൽകുവാനായിട്ട് സാധിക്കുന്നുള്ള ഒരു വലിയ വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പോ അത് നടന്നു കഴിഞ്ഞാൽ പ്രസാദനോട് ചോദിച്ചു, തടയണം നിർമ്മിച്ചാൽ ഈ 16ാം ഡിവിഷനിലുള്ള ഇപ്പൊ കയറുന്ന വെള്ളത്തിന് ഒരു പരിഹാരം താൽക്കാലികമായിട്ട് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. നിതീഷിനോട്, രജിത്ത് അടക്കമുള്ള ആളുകളോടൊക്കെ ചോദിച്ചപ്പോ ഒരു 80-90% വരെ നമുക്കത് തടഞ്ഞു നിർത്തുവാനായിട്ട് സാധിക്കും. ഇറിഗേഷന്റെ വർക്ക് തുടങ്ങുന്നത് വരെ അതൊരു തടയണയായി, ഒരു മതിലായി നമുക്ക് ആശ്വാസം നൽകുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് വിശ്വസിക്കുന്നത്. അപ്പോ ഈ വിഷയത്തിൽ ജനകീയ സമിതി ചിലപ്പോൾ തർക്കിക്കാറുണ്ടെന്നൊക്കെ പ്രസാദേട്ടൻ ഇടയ്ക്ക് ഞങ്ങൾ തർക്കിക്കാറൊക്കെ ഉണ്ട്. പ്രസാദേട്ടൻ, പ്രദീപേട്ടനൊക്കെ ചില കാര്യങ്ങളിൽ ഞാനിപ്പോ തുറന്ന് സംസാരിക്കണം. ഞാൻ ഈ ഒരു വിഷയം അറിഞ്ഞ് ഞാൻ ഉറക്കത്തിൽ നേരിടുന്ന ഒരു വ്യക്തിയാണ്, ഒരു കൗൺസിലറാണ് ഞാൻ. എന്റെ രാഷ്ട്രീയം പോലും മറന്നുകൊണ്ടാണ് ഞാൻ ആ സമരത്തിൽ നിന്ന് പിന്നീടുള്ള സമരങ്ങളിലെല്ലാം നിൽക്കുവാനായിട്ട് തയ്യാറായത്. ഇതിനിടക്ക് ചെറിയ രാഷ്ട്രീയം കടന്നുകൂടിയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. എനിക്ക് എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. നമ്മള് അങ്ങനെ ഇപ്പൊ ശ്രീജിയുടെ വളരെ വ്യക്തമായിട്ട് പറയും, നമ്മൾ ഇതില് CPM എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ CPI എന്നോ വേർതിരിവോടെ കൂടി കാണേണ്ട ഒരു വിഷയമല്ല ഇത് എന്നുള്ളൊരു കൃത്യമായ ബോധ്യം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ചില ആളുകൾ അതൊരു രാഷ്ട്രീയ രീതിയിലേക്ക് അത് മാറ്റിക്കളഞ്ഞോ ഇല്ല എന്നുള്ളൊരു വലിയ സന്ദേഹം എന്റെ ഉള്ളിലുണ്ട്. എന്തിനാണ് ഇങ്ങനെ പോകുന്നത്? നമ്മൾ ഒന്നിച്ച് നേടേണ്ട ഒരു വിഷയം വൺ സൈഡായിട്ട് പോകുന്നതിനോടുള്ളൊരു അതൃപ്തി ഞാൻ പ്രസാദിയോട് ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകേണ്ട ഒരു വിഷയമല്ല. നമ്മൾ ഒന്നിച്ച് നിന്നാൽ നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി നിങ്ങളോടൊപ്പം ഏതറ്റം പോലെ നിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൗൺസിലർ. ഞാൻ വലിയ വാക്ക് പറയല്ല, നിങ്ങളോടൊപ്പം ഏത് വിഷയത്തിനും നിൽക്കുവാനായിട്ട് മനസ്സുകൊണ്ട് തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതിൽ രാഷ്ട്രീയം കടന്നുകൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിൽ അതൊരു അവസരമുണ്ടായി മാറുകയും ചെയ്താൽ എനിക്ക് ചിലപ്പോൾ അതിനൊരു എന്തെങ്കിലും തടസ്സങ്ങൾ വരുവാനായിട്ട്, അങ്ങനെ ഒരു തടസ്സം ഉണ്ടാകാൻ ഈ വിഷയത്തിൽ പാടില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ട്. അപ്പൊ പിന്നെ ബാക്കി ഞാൻ കൃത്യമായി കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ഇന്ന് ചർച്ച ഞാനുള്ള കാര്യങ്ങളെല്ലാം നോക്കി ധനേഷിന്റെ അടുത്ത്, പ്രസാദിന്റെ അടുത്തും രജിത്തിന്റെ അടുത്തൊക്കെ സംസാരിക്കും. നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് പറയും. പക്ഷെ അത് അപ്പൊ തന്നെ അത് പാച്ച് ചെയ്ത് അത് എന്റെ തലയിൽ ഇപ്പൊ ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ തലയിൽ അതില്ല. ഞാൻ അത്രത്തോളം ദീർഘമായിട്ട് സംസാരിച്ച് പോകുന്നില്ല. എല്ലാ വിഷയങ്ങൾക്കും ഇപ്പൊ കാണുന്ന എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു വലിയ വിശ്വാസത്തിന്റെ പുറത്തുകൂടിയാണ് നമ്മൾ പോകുന്നത്. കളിക്കളത്തിന്റെ കാര്യം ശ്രീജേതൻ പ്രത്യേകിച്ച് പറയാനുള്ള അതിന്റെ എസ്റ്റിമേറ്റ് കഴിഞ്ഞ ദിവസം കൃത്യമായി
വലിയൊരു എസ്റ്റിമേറ്റ് ആണ് അതിന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ശ്രീധേട്ടൻ തന്നെ പറഞ്ഞത് ആദ്യപടിയായി കളിക്കളം അതിന് ചുറ്റും വാക്വേ നന്നാക്കി എടുക്കണം എന്നുള്ളൊരു നിർദ്ദേശവും ഞങ്ങൾ കോർപ്പറേഷനിൽ വെച്ചാണ് സംസാരിച്ചത്. അപ്പൊ അത് ഉടനെ തന്നെ ആരംഭിക്കുമെന്നുള്ളൊരു വലിയ വിശ്വാസം അതിനും മേയർ പറഞ്ഞിട്ടുണ്ട്. എടക്കൊച്ചിലൊരു കളി സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം റിവ്യൂ മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ ആ ഫയല് കണ്ടാൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ആ ഫയലെടുത്ത് നിങ്ങൾ ഓടണമെന്ന് പറഞ്ഞാണ്. അത്രത്തോളം സ്പീഡായിരിക്കണം ആ ഫയലിന് എന്ന് മേയർ ഞങ്ങൾ കൗൺസിലർമാർ ശ്രീധരനടക്കമുള്ള കൗൺസിലർമാരുടെ അടുത്ത് ഞങ്ങൾ ഇരിക്കുന്ന മീറ്റിംഗിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൊരു വലിയ പ്രതീക്ഷയാണ് നിൽക്കുന്നത്. അങ്ങനെ ഇപ്പൊ റോഡിന്റെ വിഷയം അംബേദ്കർ റോഡ് ഇപ്പോ സൈഡ് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലെവല് ഉയർത്തി വെള്ളം പോകുന്നത് കാരണം അതിനൊരു 132 മീറ്ററോളം ഇനി കിട്ടും എന്ന് പറഞ്ഞ പണിത് വന്നപ്പോൾ അത്ര എത്തത്തില്ല. അതും കത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഞാൻ ശ്രീധരനോട് പറഞ്ഞത് വേലിയേറ്റ വിഷയം പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനും ഫണ്ട് വാങ്ങിച്ച് തരുവാനായിട്ട് സാധിക്കും. അത് കത്ത് കൊടുത്ത് ഫയലായി എസ്റ്റിമേറ്റ് എടുത്ത് കഴിഞ്ഞു. അപ്പോ അങ്ങനെ നമ്മളുടെ മുമ്പിൽ കാണുന്ന നമ്മളെ കൊണ്ട് പരിഹരിക്കുവാൻ സാധിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഇനിയും എല്ലാ കാലങ്ങളിലും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത്. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഏറ്റവും നല്ല വെള്ളക്കെട്ടില്ലാതെ നമുക്ക് ജീവിക്കുവാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തെ കുറിച്ച് മാത്രമാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.